കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് UDF മത്സരിക്കുമെന്ന DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ. കോഴിക്കോട് മേയറെ ഏകപക്ഷീയമായി തീരുമാനിക്കാനുള്ള കേവല ഭൂരിപക്ഷം CPIM-നില്ല. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി PM നിയാസിന്റെ തോൽവി അന്വേഷിക്കാൻ KPCC മെമ്പർ മഠത്തിൽ നാണു, DCC ജനറൽ സെക്രട്ടറി ചോലക്കൽ രാജേന്ദ്രൻ എന്നിവരടങ്ങിയ രണ്ടംഗ സംഘത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകും. മറുപടിയിൽ CPIM വോട്ട് BJPക്ക് പോയിരുന്നതായും കെ പ്രവീൺകുമാർ ആരോപിച്ചു. ഒരുപക്ഷെ ഈ ജില്ലയിൽ തന്നെ ഞങ്ങളുടെ പാർട്ടിക്കും മുന്നണിക്ക് ലഭിക്കുന്ന ചരിത്ര വിജയമാണെന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതിനിടയ്ക്കാണ് ഞങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വിഷമകരമായ ഒരു സംഭവമാണ് അഡ്വക്കേറ്റ് PM നിയാസിൻ്റെ തോൽവി. ആ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. KPCC മെമ്പർ മഠത്തിൽ നാണു മാസ്റ്ററും DCC ജനറൽ സെക്രട്ടറി TK രാജേന്ദ്രനും അടങ്ങുന്ന രണ്ടംഗ കമ്മീഷൻ അതേക്കുറിച്ച് അന്വേഷണം നടത്തും. 10 ദിവസം കൊണ്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയേണ്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിലും ഏതെങ്കിലും പാർട്ടിക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അതിനുള്ള സംഘടനാ നടപടിയും ആ കാര്യത്തിലുണ്ടാവും.